ചെറിയ വീടല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂം ഉണ്ട്, എല്ലാവിധ സൗകര്യമുണ്ട്. ഇനിയിപ്പോ വേണമെങ്കിൽ ഭാവിയിൽ അവർക്ക് സാമ്പത്തികമായൊക്കെ നല്ല അവസ്ഥയാവുകയാണെങ്കിൽ മുകളിലേക്ക് വീടെടുക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടാണ് വീടുള്ളത്. വീടിനോട് അനുബന്ധിച്ചുള്ള കിണറായാലും മറ്റു സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്ലാൻ ആരുടെ തലയിൽ, ആരുടെ ബുദ്ധിയിൽ ഉദിച്ചാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി? അല്ല, ഇതിപ്പോ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അറിയാലോ, പാണക്കാട് കുടുംബത്തിന്റെ ഒരു ടച്ച് ഉണ്ട്. അപ്പോ അവര് കാര്യങ്ങൾ ചെയ്യുമ്പോ അതിലൊരു സത്യസന്ധതയും അതിന് പറയുന്ന വാക്കിന് വില വേണം എന്നുള്ളത് വലിയ നിർബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് നേതൃത്വം കൊടുത്തത്. പിന്നെ അതിന് ഒരു MLA കമ്മിറ്റി, PK ബഷീർ കമ്മിറ്റി, അവിടുത്തെ ജില്ലാ കമ്മിറ്റി, സംവിധാനമൊക്കെ ഞങ്ങളുടെ പാർട്ടി സംവിധാനം തന്നെയാണ്, അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷേ വച്ചത് നല്ല ആർക്കിടെക്ട്, നല്ല കോൺട്രാക്ടർ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യം സംബന്ധിച്ച് അതിൽ എക്സ്പെർട്ടൈസ് ഉള്ളവർ, ടോണി എല്ലാവർക്കും അറിയാം, അതുപോലെ നിർമ്മാണം, അതുപോലെ മലബാർ ടെക്, ഇങ്ങനെ പ്രശസ്ത കമ്പനികളെ വെച്ച് വ്യത്യസ്തമായ വർക്കുകൾ അവർക്ക് കൊടുത്ത് അതിന് അതിന്റേതായ ഡീസെൻട്രലൈസ് ചെയ്തിട്ട് ഓരോരോ കമ്മിറ്റികൾ സൂപ്പർവൈസ് ചെയ്ത് യാതൊരു കുറവും വരാതെ പോവാം. പിന്നെ അല്പം ചെലവ് കൂടിയാലും തിരക്കില്ല, പ്രവർത്തകർ കുറെ ഫണ്ട് തന്നിട്ട് അതിലും കുറച്ച് കൂടിയാലും തിരക്കില്ല. നമ്മള് ഒരു നിലക്കും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ട എന്ന തീരുമാനമെടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് മനോഹരമായി ചെയ്യാൻ പറ്റി. പിന്നെ അവിടെ അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ കോളേജുണ്ട് തൊട്ടടുത്ത്, ഞങ്ങൾ നടത്തുന്ന ചാരിറ്റി കോളേജാണ്. മുട്ടിൽ ലത്തീനാന്റെ കീഴിലുള്ള ഒരുപാട് കോളേജുകൾ, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആർക്കുണ്ടെങ്കിലും അവിടെ അഡ്മിഷനൊക്കെ കിട്ടും, പഠിക്കാം. അതുപോലെ പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ചെയ്യാം. ഞങ്ങളെല്ലാം കണ്ടിട്ട് തന്നെയാണ്. പിന്നെ അവിടെ ഇനി ഒരുപാട് നിർമ്മാണങ്ങൾ നടക്കാനുണ്ട്. അവർക്കൊരു ഹാള് വേണം, ബാക്കി സൗകര്യങ്ങൾ ഓരോ ജനവിഭാഗങ്ങൾക്ക് അവിടെ ആരാധനാ രീതിക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള സ്ഥലമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്കത് നിർവഹിക്കണം, അതിനുള്ള പ്രകടനമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നും ക്വാളിറ്റി അതുപോലെ തന്നെ ഐഡിയോളജി അതൊന്നും കോംപ്രമൈസ് ചെയ്യാതെ പോയി. അതാണുള്ളത്. ഇതിനെ നമ്മൾ മറ്റ് പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കേണ്ട നിങ്ങൾ ആ തീരുമാനം ആദ്യം ഉണ്ടായി. ഇങ്ങനത്തെ ഒരു വാർത്ത ഏതെങ്കിലും കാണിച്ചു തന്നാൽ വലിയൊരു ഉപകാരം. എന്തിനെ ഏതിനും കുറ്റം പറയാം, എന്തെങ്കിലും പോരായ്മകളുണ്ടോ കാണിക്കുക, അതിൻ്റെ പുറകെ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന നന്മ അത് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾക്ക് മാറിപ്പോയത്. അതും പാവപ്പെട്ട ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ട് 10-200 കോടി അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന കാശിൽ നിന്ന് പോലും അഴിമതി നടത്തുന്ന ഒരു ടീമാണ്. ഇത്രയും രീതിയിൽ അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇനി ഭാവിയിൽ അവർക്ക് വേണമെങ്കിൽ മുകളിലൊക്കെ റൂം എടുക്കുക, വലുതാക്കുക, എല്ലാ ഈ സൗകര്യങ്ങളും കൂടെ എല്ലാം ഇൻക്ലൂഡായിട്ടാണ് വീടുണ്ടാക്കി കൊടുത്തത്.